ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് സർഫസ് ഏരിയ ആൻഡ് വോളിയൂംസ് എന്ന് പറയുന്ന ചാപ്റ്ററായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ പുതിയ വീഡിയോയാണ് ഇന്നത്തെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. എ വുഡൻ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ് ബൈ സ്കൂപ്പിംഗ് ഔട്ട് എ ഹെമിസ്ഫിയർ ഫ്രം ഈച്ച് എൻഡ് ഓഫ് എ സോളിഡ് സിലിണ്ടർ. ഇഫ് ദി ഹൈറ്റ് ഓഫ് ദി സിലിണ്ടർ ഈസ് 10 centimeter and base 3.5 centimeter, find the total surface area of the article. ഇവിടെ എന്താണ് പ്രശ്നം? എന്താണ് പ്രശ്നം? ഇവിടെ ആകെ ഒരു പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞുതരാം. ഇത് നോക്കിക്കോ, ഒരു സിലിണ്ടറാണ്. ഇതൊരു സിലിണ്ടർ. ഈ സിലിണ്ടറാണ്. ദിസ് ഈസ് സിലിണ്ടർ. ഹൈറ്റ് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ഹൈറ്റാണ്. 10 സെൻറ്റിമീറ്റർ ഹൈറ്റുള്ളൊരു സിലിണ്ടറാണ്. റേഡിയസ് ഈസ് 3.5 സെൻറ്റിമീറ്ററാണ്. 3.5 സെൻറ്റിമീറ്ററാണ് റേഡിയസ്. ഓക്കെ, ഇനി ഒരു ഹെമിസ്ഫിയർ, വൺ ഹെമിസ്ഫിയർ ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്തു. ഇവിടെ ഒരു ഹെമിസ്ഫിയർ ഇങ്ങനെ എടുത്തു അല്ലേ. ഹെമിസ്ഫിയർ ഇങ്ങനെ പോയി. ടോട്ടൽ സർഫസ് ഏരിയ ഇങ്ങനെ ഹോളോ ചെയ്തെടുത്ത് കളഞ്ഞു. ടോട്ടൽ സർഫസ് ഏരിയ, എപ്പോഴും ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദി മീനിങ്? നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ കാണാവുന്ന ആ ഏരിയയാണ് ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നോക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഒരു സിലിണ്ടർ അല്ലേ ഇരിക്കുന്നത്. സിലിണ്ടർ അതിങ്ങനെ കുഴിച്ചെടുത്ത് കളയുകയല്ലേ. കുഴിച്ചെടുത്ത് കളയുമ്പോൾ ഈ സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ കാണാം അല്ലേ. നമുക്ക് കാണാവുന്ന എന്താണ്? ഈ ടോട്ടൽ സർഫസ് ഏരിയയിൽ എന്തൊക്കെ വരും? ടോട്ടൽ സർഫസ് ഏരിയയിൽ കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ, സിലിണ്ടറിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കാണാം. യെസ്, ഇതിന് കുഴിച്ച് വെച്ചേക്കല്ലേ. അകത്തോട്ട് നോക്കുമ്പോൾ എന്താണ്? കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 2 ഹെമിസ്ഫിയേഴ്സും കാണാം അല്ലേ. 2 ഹെമിസ്ഫിയേഴ്സും കാണാം അല്ലേ. കേർവ്ഡ് സർഫസ് ഏരിയ ആണ്. ബേസ് ഏരിയ പറ്റുക, അത് കുഴിച്ച് വെച്ചേക്കോ. അത് അപ്പോൾ തുരന്നെടുത്ത് കളഞ്ഞേക്കുവാണ്. അപ്പോൾ കേർവ്ഡ് സർഫസ്, അകത്തോട്ട് നോക്കുമ്പോൾ നമുക്കറിയാലോ ഇതിൻ്റെ കേർവ്ഡ് സർഫസ് ഏരിയ ഇങ്ങനെ കുഴിയായിട്ട് കാണാം. കേർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 2 ഹെമിസ്ഫിയേഴ്സ്. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ ഈസ് 2πRh പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് 2 ഹെമിസ്ഫിയർ ഈസ് 2 into 2πr². 2 into 2πr². Okay, what is R? R is 3.5 centimeter, that is 35 by 10, that is 7 5s are 35 to 7 by 2. ഓക്കെ, അത്രയും അറിയാലോ. ഇതെങ്ങനെ കാണാം? 2 into pi into R equals 7 by 2 into H equals 10. H equals 10 ആണ്. 10 സെൻറ്റിമീറ്റർ. 10 plus 2 into pi into 7 by 2 into 7 by 2. ക്ലിയർ ആയല്ലോ? ഇത് ചെയ്യുമ്പോൾ എന്തായാലും കിട്ടുമല്ലോ. ഇത് ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടും. അപ്പോൾ എങ്ങനെ കിട്ടും? ഇത് കട്ട് ചെയ്ത് പോയി. ഇത് കട്ട് ചെയ്ത് പോയി. ഇപ്പോൾ എന്താണ്? 70 ഉണ്ടല്ലേ. അപ്പോൾ എന്തൊക്കെയുണ്ട്? 70 ഉണ്ട്. 70 പ്ലസ് 7 into 7 ഉണ്ടല്ലേ. 7 into 7 49 ഉണ്ട്. അത്രയും പൈ. 70 പൈ 49 പൈ. 70 പൈ 49 പൈ. ദാറ്റ് ഈസ് 75 49 പൈ. 70 പ്ലസ് 49 9 119 പൈ. What is pi? 119 into 22 by 7 അല്ലേ. കട്ട് ചെയ്യാം. 1 7s are 7. പിന്നെ എത്ര 7 ഉണ്ട്? 4 ഉണ്ടല്ലേ. 49 7 7s are 49. ഇനി 17 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 34 4 7 374
374 centimeter square is the total surface area of this toy അല്ലെങ്കിൽ ഈ സോളിഡ് ഇതിൻ്റെ ഈ വുഡൻ ആർട്ടിക്കിളിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കിട്ടി. കണ്ടോ, സിമ്പിളല്ലേ? പല മെത്തേഡും പറയും, വേറെ പല മെത്തേഡും പലരും പറയും. പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ കണ്ണുകൊണ്ട് കാണാവുന്ന ഏരിയ നോക്കുക. അപ്പോൾ കേർഡ് സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ കാണാം, 2 കേർഡ് സർഫസ് ഏരിയ ഓഫ് ഹെമിസ്ഫിയർ കാണാം. വേറെ ഒന്നും കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. അല്ലാതെ ഇത് കുറേ സർഫസ് ഏരിയ എല്ലാം ടോട്ടൽ സർഫസ് ഏരിയ ഓഫ് സിലിണ്ടർ കൂട്ടിയിട്ട് ആഡ് ചെയ്തിട്ട് പിന്നെ കേർഡ് സർഫസ് ഏരിയ ലെസ് ആഡ് ചെയ്തിട്ട് പിന്നെ ബേസ് ഏരിയ ലെസ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യും പലരും. അതൊന്നും നിങ്ങൾ നോക്കണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. ശരിയല്ലേ? അപ്പോൾ സിമ്പിളായിട്ടുള്ള പ്രോബ്ലം അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് സർഫസ് ഏരിയ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്തിലോട്ട് പോകാം? വോളിയം. നമുക്ക് നേരെ വോളിയത്തിലോട്ട് സർഫസ് ഏരിയ ആണ് വോളിയം. അപ്പോൾ നമുക്ക് ഫോർമുലകളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? ഫോർമുലകളൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുന്നുണ്ടോ? എന്താ ഒന്നുകൂടെ ഒന്ന് നോക്കുന്നുണ്ടോ ഫോർമുലകൾ എന്തൊക്കെയാണെന്ന്? സിലിണ്ടറിൻ്റെ വോളിയം πr²h. സിലിണ്ടറിൻ്റെ വോളിയം ഓഫ് സിലിണ്ടർ πr²h. വോളിയം ഓഫ് കോൺ ഈസ് 1/3 πr²h. വോളിയം ഓഫ് സ്പിയർ ഈസ് 4/3 πr³. വോളിയം ഓഫ് ഹെമിസ്ഫിയർ ഈസ് 2/3 πr³. വോളിയം ഓഫ് ക്യൂബ് ഈസ് സൈഡ് ക്യൂബ് എ ക്യൂബ്. സൈഡ് എ ആണെങ്കിൽ എ ക്യൂബ് എന്ന് പറയും. ഇതൊക്കെയാണ് വോളിയംസ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിനി വോളിയം കാണാനുള്ള പ്രോബ്ലത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് വോളിയത്തിലോട്ട് പോവാം. യെസ്, വോളിയം. ക്വസ്റ്റ്യൻ ഞാൻ എഴുതുന്നില്ല, ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എ സോളിഡ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ. ഒരു ഹെമിസ്ഫിയർ. ഈ ഹെമിസ്ഫിയറിൽ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഒരു കോൺ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നു. ഇതാണ് ആ ഫിഗർ. എ സോളിഡ് ഈസ് ഇൻ ദി ഷേപ്പ് ഓഫ് എ കോൺ സ്റ്റാൻഡിങ് ഓൺ എ ഹെമിസ്ഫിയർ വിത്ത് ബോത്ത് ദെയർ റേഡി ബീയിങ് ഈക്വൽ ടു 1 centimeter. ബോത്ത് ഓഫ് ദെയർ റേഡി എന്ന് പറയുന്നത് 1 centimeter. ഓക്കെ, ആൻഡ് ദി ഹൈറ്റ് ഓഫ് ദി കോൺ ഈസ് ഈക്വൽ ടു ഇറ്റ്സ് റേഡിയസ്. Height of the cone is equal to radius means height of cone is also 1 centimeter. Radius is 1 centimeter. Height is also equal എന്ന് പറയുന്നത് 1 centimeter. Find the volume of the solid in terms of pi. In terms of പൈയിൽ കണ്ടാൽ മതി വോളിയം. പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ട. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിൾ, വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. ടോട്ടൽ വോളിയം കാണണമെങ്കിൽ വോളിയം ഓഫ് കോൺ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ. ദെൻ വി ക്യാൻ ഫസ്റ്റ് ഫൈൻഡ് ടോട്ടൽ ഫൈൻഡ് ദി വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് കോൺ കാണാം. വോളിയം ഓഫ് കോൺ ഈസ് 1/3 πr²h. ദാറ്റ് ഈസ് 1/3 into pi. R is 1 into h is 1. Okay, that is 1/3 pi. That is pi/3. അതാണ് വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത്. π/3 or 1/3 pi centimeter square. Then volume of hemisphere. Volume of hemisphere is V equals 2/3 πr³. That is 2/3 into pi into 1 into 1 into 1. That is 2 pi/3. ഇനി ടോട്ടൽ വോളിയം ആണ്. ടോട്ടൽ വോളിയം ഈസ് volume of cone is pi/3 and volume of sphere is 2 pi/3. Same denominator, the denominator is 3. Pi plus 2 pi is 3 pi. 3 cut ചെയ്തപ്പോൾ pi. Yes, pi centimeter cube. Simple അല്ലേ? Yes. Next question നോക്കാം. Rachel, an engineering student, was asked to make a model shaped like a cylinder
with two cones attached to at its two ends by using a thin aluminum sheet. റേച്ചൽ എന്ന് പറയുന്ന ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റാണ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ്റിനോട് ഒരു സാധനം ഉണ്ടാക്കാൻ പറഞ്ഞു. അത് സിലിണ്ടർ ഉണ്ടല്ലോ, സിലിണ്ടർ. ദിസ് ഈസ് സിലിണ്ടർ. സിലിണ്ടറിൻ്റെ ബോത്ത് എൻഡ്സിലും സെയിം റേഡിയസ് ഉള്ള ടു കോൺസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു ടോയാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ ഉണ്ടാക്കാൻ പറഞ്ഞു. ഓക്കെ, ദി ഡയമീറ്റർ ഓഫ് ദി മോഡൽ ഈസ് 3 സെൻറ്റിമീറ്റർ. ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ ആണ്. ദെൻ റേഡിയസ് ഈസ് 3 സെൻറ്റിമീറ്ററിൻ്റെ ഹാഫ് 1.5 സെൻറ്റിമീറ്റർ ആണ് റേഡിയസ്, കോമൺ റേഡിയസ്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. ടോട്ടൽ ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ. യെസ്, ടോട്ടൽ ലെങ്ത് ഈസ് 12 സെൻറ്റിമീറ്റർ അല്ലേ. ഇഫ് ഈച്ച് കോൺ ഹാസ് എ ഹൈറ്റ് ഓഫ് 2 സെൻറ്റിമീറ്റർ. ഹൈറ്റ് ഓഫ് കോൺ 2 സെൻറ്റിമീറ്റർ, ഹൈറ്റ് ഓഫ് കോൺ 2 സെൻറ്റിമീറ്റർ, റേഡിയസ് ഓഫ് കോൺ 1.5 സെൻറ്റിമീറ്റർ. ഓക്കെ, if each cone has a height of 2 cm, find the volume of air contained in the model that Rachel made. ഈ മോഡലിലുള്ള എയറിൻ്റെ വോളിയം കാണണം. സിമ്പിളാണ്. സിമ്പിളാണ്. കാരണം എന്താണ്? ടോട്ടൽ വോളിയം കണ്ടാൽ മതി. വോളിയം ഓഫ് നമുക്ക് എന്താ വോളിയം ഓഫ് 2 കോൺസിൻ്റെ വോളിയം ഈസി ആയിട്ടാണ്. 2 കോൺസ്, വോളിയം ഓഫ് 2 കോൺസ്. 2 into volume of cone is 1/3 pi r square h. Then volume equals 2/3 into pi into what is r 1.5 into 1.5 into 2. 1.5 into 1.5 into 2. അല്ലേ? 1.5 into 1.5 into 2. ഈ 1.5 എഴുതുന്നതിന് പകരം 3/2 എന്ന് എഴുതിയാലും മതി. ഈസിയാണ്, അതല്ലേ എളുപ്പം. 3/2 അതാകുമ്പോൾ ഈസിയാണ്. 1.5 പകരം 3/2 എന്ന് തന്നെ എഴുതിയാണ്. 3 ആണ് ഡയമീറ്റർ. 3/2 കട്ട് ചെയ്യാൻ എളുപ്പമുണ്ടേ. കട്ട് ചെയ്തു. യെസ്, ദെൻ ഇറ്റ് ഈസ് 3 pi അല്ലേ. ദെൻ ഇറ്റ് ഈസ് 3 pi സെൻറ്റിമീറ്റർ ക്യൂബ്. ഇനി വോളിയം ഓഫ് സിലിണ്ടർ കാണണമെങ്കിൽ pi r square h, that is pi into r. What is r? 3/2 into 3/2, 1.2 എടുക്കും. 3/2 into h. What is h? ടോട്ടൽ 12 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. 2 ഇവിടെ പോയി 4 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 2ൽ 4, 2ൽ 2, 18 pi. Then total volume. What is total volume? Total volume is 3 pi. Volume of cone, 2 cones plus volume of cylinder part, 18 pi. That is 21 pi centimeter cube. That is 21 into 22/7. That is cut ചെയ്ത് പോയി. 3 times 3 into 2 6, 3 into 6, 66 centimeter cube is the volume. വളരെ സിമ്പിൾ, വെരി സിമ്പിളാണ്. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ബോർഡ് എക്സാമിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, നല്ലൊരു ക്വസ്റ്റ്യനാണ്. അതാണ് ചെയ്യിപ്പിക്കുന്നത്. 2012 ബോർഡ് എക്സാമിന് വന്നിരിക്കുന്ന CBSE ബോർഡ് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ്. ദി സം ഓഫ് റേഡിയസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സോൾഡ് റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഈസ് 37 സെൻറ്റിമീറ്റർ. ഇഫ് ദി ടോട്ടൽ സർഫസ് ഏരിയ ഈസ് 1628 centimeter square, find the volume of the cylinder. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ വി നോ ദാറ്റ് വോളിയം ഓഫ് സിലിണ്ടർ. വാട്ട് ഈസ് വോളിയം ഓഫ് സിലിണ്ടർ? സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറയുന്നത് കേർഡ് സർഫസ് ഏരിയ, ദാറ്റ് ഈസ് 2 pi r h. കേർഡ് സർഫസ് ഏരിയ പ്ലസ് 2 ബേസ് ഏരിയ. ബേസ് സർക്കിൾ ആയതുകൊണ്ട് pi r സ്ക്വയർ ആണ്. 1 ബേസ് ഏരിയ, 2 ബേസ് ഏരിയ, 2 pi r സ്ക്വയർ ആണ്. യെസ്, ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? സം ഓഫ് റേഡിയസ് ഓഫ് ബേസ് ആൻഡ് ഹൈറ്റ്.
റേഡിയസ് പിന്നെ ഹൈറ്റ്, സിലിണ്ടറിൻ്റെ റേഡിയസും ഹൈറ്റിൻ്റെയും സമ്മ് 37. ഇനി ടോട്ടൽ സർഫസ് ഏരിയ 1629. ടോട്ടൽ സർഫസ് ഏരിയ മീൻസ് 2πr² + 2πrh ഈക്വൽസ് 1628. ഇപ്പോഴും 2π കോമൺ ഫാക്ടർ മാറ്റാമല്ലോ. 2π കോമൺ ഫാക്ടർ മാറ്റാം, 2πr കോമൺ ഫാക്ടർ മാറ്റാം. ദെൻ r² നിന്ന് ഒരു 6 പോയി r, ഇവിടുന്ന് 2πr പോയി, പിന്നെ h ഈസ് 1628. ഓക്കെ, കറക്റ്റ് അല്ലേ? ദെൻ 2 × π × r ഈസ് വാട്ട് ഈസ് r? r അറിയില്ല. അപ്പോൾ 2 × π × r + h ഈസ് 37 അല്ലേ? ഈക്വൽസ് 1628 എന്ന് പറയാം. അപ്പോൾ പൈയുടെ വാല്യൂ കൊടുക്കാമല്ലോ, എന്തിനാണ് വെറുതെ കൊടുക്കാണ്ടിരിക്കുന്നത്? 2 × 22/7 × r × 37 ഈക്വൽസ് 1628 എന്ന് കിട്ടി. ഓക്കെ, ദെൻ r ഈക്വൽസ് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം അല്ലേ? 1628 × 7 മുകളിൽ 37 താഴെ 2 × 22 ഈസ് 42. കണ്ടോ, ഇങ്ങനെ കിട്ടി. 1628 × 7 44 × 37 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഓക്കെ 44 എന്ന് കിട്ടി. ഇത് കട്ട് ചെയ്ത് വരുമ്പോൾ, ഇത് കട്ട് ചെയ്ത് ചെറുതാക്കി വരുമ്പോൾ എന്താണ്? 7 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. r കിട്ടി 7 സെൻറ്റിമീറ്റർ. ദെൻ വാട്ട് ഈസ് h? വി നോ ദാറ്റ് r + h ഈക്വൽസ് 37. Then r is 7, then h is 7 + h equals 37. That is h equals 37 minus 7, that is 30. H is 30, r is 7. R is 7, h equals 30. You find the volume of the cylinder. Volume of the cylinder. Volume of the cylinder is πr² h, that is 22/7 × r². 7 × h is 30. കട്ട് ചെയ്തു. എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ആൻസർ 4620 cm³ ഈസ് ദി ആൻസർ. ഓക്കെ, ആ പ്രോബ്ലം തീർന്നു. ഓക്കെ.